ഞങ്ങൾ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് എടുക്കേണ്ടത്, ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അതാണ്. അതുപോലെ തന്നെ ഈ ഒരു അജറക്ക് മെറ്റീരിയൽ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ, കോട്ടൺസ് കൊണ്ടുവരാറില്ലേ, കോട്ടണിൽ നല്ല കളക്ഷൻസ് കൊണ്ടുവരാറില്ലേ, മിക്സ് ആൻഡ് മാച്ച് ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണിത്. ഇതിൽ ബഡാനൈറ്റിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്, നെക്ക് എംബ്രോയ്ഡറി മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ എല്ലാം 290 320 ഇല്ല, മിക്സ് ആൻഡ് മാച്ച് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ചോദ്യം ഏത് ബ്രാൻഡാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ ഏത് ബ്രാൻഡാണ് എടുക്കേണ്ടത്. വർദ്ധമാൻ, യൂണിവേഴ്സൽ, ഭാരത്, രജവാടി, ഹാർദിക്, ശൈലജ, യൂണിവേഴ്സൽ, ഓംകാർ, രാഹുൽ ടെക്സോ പ്രിൻ്റ്. രാഹുലും ഓംകാറും ഇപ്പോൾ എന്താ പറയുക, ബാക്കി കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് നീളം കുറയുന്നുണ്ട്. കുറച്ച് വീതിയിൽ കിട്ടുന്നത് ഭാരതിൻ്റെ മെറ്റീരിയൽസാണ്. അതുപോലെ മിക്സ് ആൻഡ് മാച്ചിൽ ഏറ്റവും നല്ല കളക്ഷൻസ് ഉള്ളത് ശൈലജയിലാണ്. ഭാരതും ശൈലജയാണ് ഞാനിപ്പോൾ കൂടുതലും എടുക്കാറുള്ളത്. മിക്സ് ആൻഡ് മാച്ച് മോഡലുകളൊക്കെ വരിക യൂണിവേഴ്സലും, പക്ഷെ വർദ്ധമാൻ ഞാനിപ്പോൾ അധികം എടുക്കാറില്ല. അതിൽ കൂടുതൽ മോഡൽസ് ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നാറില്ല. വർദ്ധമാനും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഈ ബ്രാൻഡുകളിലെല്ലാം കൂടിയിട്ട് ഏറ്റവും നല്ല എൻ്റെ കണ്ണിന് പിടിക്കുന്ന മോഡൽസാണ് ഞാൻ എടുക്കാറുള്ളത്. നമ്മളെ കസ്റ്റമേഴ്സ് ഏകദേശം ഏത് രീതിയിലുള്ളതാണെന്നുള്ളത് ഒരു 2-3 സെയിലിങ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലായത് നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഭാരതിൻ്റെ മെറ്റീരിയൽസാണ്. ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ചോദിക്കാറുള്ളത് ഞാൻ എവിടെ നിന്നാണ് മെറ്റീരിയൽ എടുക്കാറുള്ളത് എന്നാണ്. അപ്പോൾ മെറ്റീരിയൽ ഞാൻ എടുക്കാറില്ല, എൻ്റെ കസിൻ്റെ ഷോപ്പൊക്കെ എടുക്കുമ്പോൾ ആ കൂടെ എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ എനിക്ക് എന്താ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുക്കുന്നതിനേക്കാളും വില കുറഞ്ഞിട്ട് പല ഷോപ്പുകളിലും ഹോൾസെയിൽ മാർക്കറ്റുകളിലൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എനിക്ക് ഈ കെട്ടുന്ന ഇത്ര പീസുകൾ ഇപ്പോൾ ഈ ഒരു മോഡലിൽ ഇതിൻ്റെ ലൈറ്റ് നീല, ഡാർക്ക് നീലൊക്കെ ആയിട്ട് വേറെ 2 പീസും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പീസ് ഞാൻ ഒഴിവാക്കിയിട്ട് ഈ 4 കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഏത് കെട്ടുന്നും എനിക്ക് ഇഷ്ടമുള്ള പീസുകൾ മാത്രമായിട്ട് എടുക്കാനുള്ള ഒരു സൗകര്യം ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു ദിവസം പർച്ചേസിങ്ങിനായിട്ട് ഞാനൊരു ദിവസം മാറ്റി വെക്കണം. ഇതെനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. എൻ്റെ പണികൾക്കിടയിൽ നിന്നും കസിൻ വിളിക്കുമ്പോൾ എനിക്ക് കസിൻ്റെ കൂടെ പോയാൽ മതി. വണ്ടീൻ്റെ ചിലവില്ല, വണ്ടീൻ്റെ ചിലവൊക്കെ കസിൻ എടുക്കും. ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് അത് ഇത് അങ്ങനത്തെ ഒരുപാട് നേരം ബുദ്ധിമുട്ടേണ്ട ആവശ്യങ്ങളൊന്നും വരാനില്ല. ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. മിക്സ് ആൻഡ് മാച്ച് ഉള്ളത് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം, അല്ലാത്തത് ഒറ്റ പീസായിട്ട് കൊടുക്കുക. 9 മോഡൽസുകളുണ്ട് ഇപ്പോൾ ഇതിൽ. നൈറ്റിയല്ല, നൈറ്റിൻ്റെ മെറ്റീരിയൽസാണ്. മിക്സ് ആൻഡ് മാച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പീസായിട്ട് അടിക്കുകയും ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ 2 പീസും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നിക്ക് ഫ്രണ്ടും ബാക്കും വേറെ വേറെ മോഡലുകളായിട്ട് വേറെ വേറെ കളേഴ്സുകളായിട്ട് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അടിക്കുക. അതല്ലെങ്കിൽ നെക്ക് ഡിസൈനും മാത്രം വേറെ ആക്കിയിട്ട് അടിക്കുക. അതല്ലെങ്കിൽ നെക്ക് ഡിസൈനും കൈയും കൂടി വേറെ ആക്കിയിട്ട് അടിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹാഫ് ഭാഗം ഇത് വേറെ ആക്കിയിട്ട് അടിക്കാം. നമുക്ക് പോക്കറ്റും ഇതും കൂടെ ഒക്കെ കൂട്ടിയിട്ടടിക്കാം. ഏത് രീതിയിൽ മിക്സ് ചെയ്താലും ഈ 2 ചേരുമ്പം ഭംഗി കൂടും. അതാണ് ഈ ഒരു മിക്സ് ആൻഡ് മാച്ചിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ ടോപ്പും പാൻറ്റും ആയിട്ട് അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ പീസുകൾ പ്ലെയിൻ ഷോളിൽ വെച്ചിട്ട് ഷോളും കൂടി ആക്കിയിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാം. ഇതും വേറൊരു രീതിയിലുള്ള മിക്സ് ആൻഡ് മാച്ചാണ്. ഇത് യൂണിവേഴ്സലിൻ്റെ മിക്സ് ആൻഡ് മാച്ചാണ്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളതൊക്കെ ചിലർ പറയുന്നത് ഇപ്പോൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് വിളിച്ചു വരുത്താത്ത പറഞ്ഞ് നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ഇതൊക്കെ ഉണ്ട്, അതൊന്നും കെട്ടുന്നെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് പീസുകൾ വേറെ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് പോകുന്നു. നല്ല ഭംഗിയുണ്ട് കാണാമെന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ അത് കനകറിയ, പത്മശ്രീ, പത്മപ്രിയ, അങ്ങനെയുള്ള ശിവാനി അങ്ങനെയുള്ള പീസുകളാണ്. ഈ പീസുകളുടെയൊക്കെ പ്രത്യേകത നല്ല കഞ്ഞിപ്പശ ഉണ്ടാവും. ഒക്കെ പാലക്കാട് മാക്സികളാണ്. പാലക്കാട് മാക്സികൾ മുഴുവൻ കുളമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, ചിലതുണ്ട് അങ്ങനെ. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ നല്ല കട്ടിയും കനൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഒറ്റ അലക്കി കഴിഞ്ഞ് ഒന്ന് വെള്ളത്തിലിട്ട് സോപ്പൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ മതി. അതിൻ്റെ പ്രിൻറ്റും പോവും, കളറും പോവും. പിന്നെ നമുക്കത് എന്താ പറയുക, കിച്ചണിൽ എപ്രണായിട്ടോ അതല്ലെങ്കിൽ കൈ തുടക്കുന്ന തുണിയായിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ കനകപ്രിയ, കനകറിയ, പത്മപ്രിയ, പത്മശ്രീ, കനകശ്രീ അങ്ങനെ കുറച്ച് മെറ്റീരിയലുകളുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കുഴപ്പമാണ്. അത് നിങ്ങൾക്ക് എടുക്കുക. കുമുദ് അതൊക്കെ അതിൽ പെട്ടതാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് സ്വന്തം യൂസ് ചെയ്ത് ഒന്നിപ്പോൾ
സ്വന്തമായിട്ടൊന്ന് അടിച്ച് പഠിക്കുക. അതല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ തുണിയാണ്, കളറും ഇതും പോകുമെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിലൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കുക. ചിലരുണ്ടാവില്ല നല്ല ഭംഗിയുള്ള കളറാണ്, ഒറ്റ യൂസിങ് മതി, പിന്നെ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, പിന്നെ വീട്ടിൽ വൈകിട്ടിടാനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് ആൾക്കാർ വരാറുണ്ട്. വൈകുന്നേരം വന്നിട്ടൊന്ന് മേലേക്കിയിട്ട് മാറ്റിയിടാനുള്ളതാണ്. അത് കളറ് പോയിന്നോ അങ്ങനെ ആയിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഏറ്റവും കുറഞ്ഞത് മതി എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം, പറഞ്ഞിട്ട് കൊടുക്കണം. പറഞ്ഞിട്ട് കൊടുക്കണില്ല എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഒരു സ്വയം ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക, മുതലാളായിട്ട് ചിന്തിക്കണ്ട. നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് അവർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു നൈറ്റ് എടുത്ത്, അപ്പം നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ എന്താ നോക്കുക, കാണാൻ ആ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ളത് ഏതാ നോക്കും, അത് നോക്കിയിട്ട് എടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം നിങ്ങളത് അലക്കുമ്പോൾ അതിൻ്റെ ഭംഗിയും പ്രിൻറ്റും കാര്യങ്ങളും മുഴുവൻ പോയി നിങ്ങളും കൊടുത്തത് പൈസ ആണ് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിനേക്കാളും ചിലപ്പം വലുത്. ചില സമയത്തെന്നല്ല ഏത് സമയത്തും ചിലപ്പോൾ എന്താവും അത് പൈസ തന്നെ ആവും വലുത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം അവർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ടല്ല ഇനിയിപ്പോളെ പറഞ്ഞ് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഫ്രണ്ടിനോട് നിങ്ങളിങ്ങനെ കളറ് പോയി പ്രശ്നമായെന്നൊന്നും നിങ്ങൾ പറയൂല. പകരം അടുത്ത സമയത്ത് അവർ ഇനി വേണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ട്, അല്ലടി ഇപ്പോൾ പൈസക്ക് ടൈറ്റാണ്, അതല്ലേ ഇന്നാളെടുത്തത് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ അതെടുത്ത് വെച്ചിക്കാണ്, അല്ലെങ്കിൽ എൻ്റെ കസിന് എനിക്ക് വേറൊരു നൈറ്റി വാങ്ങി തന്നിട്ടുണ്ട്, അല്ലേ കാക്കു വേറെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അപ്പം ഇപ്പോൾ വേണ്ട ഞാൻ പിന്നെ എടുത്തോളാന്ന് പറയും. പക്ഷെ എന്നാലും നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് ഇനി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മോശമാണ് ആണെന്നുള്ളത് പറയൂല, പക്ഷേ ഇനി അവരുടെ അടുത്ത് വാങ്ങൂല. അപ്പോൾ ആ അവസ്ഥ തന്നെ ആവും ആര് ആയാലും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ബിസിനസ് സക്സസ് ആവണമെങ്കിൽ ആദ്യം മുതലാളിയായിട്ട് ചിന്തിക്കരുത്, തൊഴിലാളിയായിട്ട് നമ്മൾ വാങ്ങണ ഒരാളായിട്ട് ചിന്തിക്കുക. നമ്മളൊരാളുടെ അടുത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ അടുത്ത് ഉണ്ടാവണം, നല്ല കളക്ഷൻസ് ഉണ്ടാവണം, അതിൻ്റെ ഒപ്പം ക്വാളിറ്റി ഉണ്ടാവണം, അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നന്നാവണം. പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് വിട്ട് പോരുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫിനിഷിങ്ങോ കുറവ്, അതല്ലെങ്കിൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുക, അതല്ലെങ്കിൽ നല്ല ടൈറ്റ് ആവുക, തയ്യൽ തുമ്പില്ലാതെ കൈ എവിടെയെങ്കിലുമൊക്കെ കൊള്ളാതിരിക്കുക, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം, അടിക്കാൻ കൊടുക്കാൻ മടിയാവും. അപ്പോൾ ആദ്യം പെർഫെക്റ്റായി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കൊടുക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഗുണമേന്മ ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ ഇപ്പോൾ രണ്ടെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നിനൊരു ഇത്തിരിയും കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒരുപോലുള്ള വില ഇടരുത്. എന്നോട് പലരും ചോദിക്കാറുണ്ട് വീഡിയോയിൽ എന്തുകൊണ്ടാണ് റേറ്റ് പറയാത്തതെന്ന്. കാരണം ഞാൻ ഒരാൾക്ക് ഒരേ റേറ്റിലല്ല കൊടുക്കുക. 100 പീസ് എടുക്കുമ്പോൾ മാറ്റം വരുത്താറുണ്ട്, 50 പീസ് എടുക്കുമ്പോൾ മാറ്റം വരുത്താറുണ്ട്, നമ്മളെ സ്വന്തം ആൾക്കാരാകുമ്പോൾ മാറ്റം വരുത്താറുണ്ട്. ചിലർക്ക് 10 പീസ് എടുക്കുന്ന റേറ്റിന് തന്നെ 5 പീസ് കൊടുക്കാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ റേറ്റ് ഇടുക. അപ്പോൾ റേറ്റ് ഇടുമ്പോൾ എന്താണ്, ഈ ഒരു റേറ്റ് അല്ല, ചിലപ്പോൾ ആ റേറ്റ് കൂടുതലുള്ളവരുണ്ടാവും, ഓല് പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. കുറവുള്ളവരാണെങ്കിൽ അവർ മാത്രം വരും. അങ്ങനെ പിന്നെ നമ്മളൊരു വീഡിയോയിൽ റേറ്റ് ഇട്ടെന്ന് വെച്ചാൽ അപ്പോൾ എന്താവും പറയാറോ, അതിലും റേറ്റ് കുറച്ച് കൊടുക്കണ ആൾക്കാരുണ്ടാവും. ഓല് വന്നിട്ട് കമൻറ്റ് ഇടും, ഇത്ര റേറ്റ് ഉണ്ട്, ഞങ്ങൾ ആ ഭാഗത്ത് ഇത്ര റേറ്റ് ഉണ്ട്, ഇത്ര റേറ്റിന് കിട്ടുന്നുണ്ട്. അത് പറയുമ്പോൾ നമ്മളെ ബിസിനസ് അവിടെ പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ റേറ്റ് പറയണ്ട, നിങ്ങൾ എടുക്കി 2 3 എടുക്കുകയാണെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, അതല്ലേ നിങ്ങളെ ഇളച്ചിമാർക്കും നാത്തുമാർക്കൊക്കെ കൊടുക്കി, അപ്പോൾ അതിൽ നിന്നും ഞാൻ കുറച്ച് തരണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആദ്യം ബിസിനസ് അങ്ങോട്ടും കൊണ്ട്. എന്നാലും ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇടാൻ ശ്രമിക്കരുത്. കുറഞ്ഞ റേറ്റ് ഇടുമ്പോഴും നിങ്ങളെ മാർക്കറ്റ് അവിടെ പോവാണ്, അത് നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്ര വിലക്കുള്ള തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിന് തുണി കിട്ടിയിട്ടല്ല. അപ്പോൾ ഇതിന് അത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അതിനേക്കാളും നല്ലത് കടയിൽ നിന്ന് എടുക്കണ്ടല്ലേ. ചിലരൊക്കെ എപ്പോഴും നൈറ്റി എടുക്കൂല, നമ്മൾ പറയും സാധാ ഇടണ്ടാണെന്നൊന്നും പറഞ്ഞിട്ട് കാലേ എപ്പോഴും എടുക്കാത്തവരുണ്ടാവും, എപ്പോഴും എടുത്ത് കൊടുക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാവും, അതിനനുസരിച്ചൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. ചിലർ നൈറ്റി 1 2 മാത്രമേ എടുക്കുള്ളൂ, ബാക്കി ഫുൾ ടൈം ചുരിദാറും 3 പീസൊക്കെ ആവും. അപ്പോൾ അതൊന്നും എടുക്കേണ്ടത് നല്ലതാവണം എന്നുണ്ടാവും, നല്ല മോഡലുള്ള ആവണം എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണ്ട, പകരം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയിക്കാനൊന്ന് സ്റ്റിച്ച് ചെയ്തത് അവിടെ ഡിസ്പ്ലേക്ക് വെക്കുക, ബാക്കി മെറ്റീരിയൽ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഏത് മോഡൽ പറയുന്ന ആ മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടെന്ന് പറയാം. നമ്മൾ എളുപ്പത്തിന് എംബ്രോയ്ഡറി വെച്ചിട്ട് അടിച്ചു വെച്ചാൽ ചിലർക്ക് എംബ്രോയ്ഡറി പറ്റാത്തവരുണ്ടാവും, പൈപ്പിംഗ് മാത്രം പറ്റുന്നവരുണ്ടാവും. ചിലർക്ക് 3 പീസ് നൈറ്റി, ചുരിദാർ കട്ട് നൈറ്റി വേറെ മോഡലിൽ അടിക്കുന്നുണ്ടാവും, കഫ്താന് വേണ്ടവരുണ്ടാവും, നൈറ്റി വേറെ ആയിട്ട് നൈറ്റി യൂസ് ചെയ്യുമ്പോൾ വേറെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ടവരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ്. ചിലർക്ക് കഴുത്ത് നല്ലോണം ഇറങ്ങിയിട്ട് വേണ്ടി വരും, ചിലർക്ക് കഴുത്ത് നല്ലോണം കയറിയിട്ട് വേണ്ടി വരും, ഷിബ് ഇറക്കത്തിൽ വേണ്ടി വരും, ഷിബ് ഇറക്കം കുറഞ്ഞിട്ട് വേണ്ടി വരും, ചിലർക്ക് കൈ അറ്റത്ത് പൈപ്പിംഗ് വെച്ചിട്ട് വേണ്ടി വരും, ചിലർക്ക്
കൈ ലൂസ് വേണ്ടി വരും ഒന്നുണ്ടാക്കാനൊക്കെ കയറണം, ഇത്ര കൈ മതി അത്ര കൈ മതി, അങ്ങനെ പല രീതിയിൽ നമ്മൾ കൈയിൻ്റെ 5 വിരൽ 5 രീതിയിലാണല്ലോ, അതുപോലെ തന്നെയാണ് ഓരോരോ മനുഷ്യന്മാരും അവരുടെ ടേസ്റ്റും വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നൈറ്റി കിട്ടുന്നത് കാണുമ്പോൾ മറ്റെവിടെയും പോവാതെ അവർ നമ്മളുടെ അടുത്ത് തന്നെ വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും റമദാൻ ബിസിനസ് ഉഷാറാവട്ടെ.